യൂത്ത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നിടത്താണ് അവിടുത്തെ പ്രശ്നം. ഇതെങ്ങനെ എന്നെ കേൾക്കുന്നവർ ആലോചിക്കേണ്ട വിഷയം, ഇതെങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാകും? അല്ലേ, അത് ശങ്കരാടി കാണിച്ചേരാം, അത് പോട്ടെ. ഞാൻ നോക്കൂ, ഇവിടുത്തെ പ്രശ്നം നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങൾക്ക് പണം കിട്ടി, നിങ്ങൾക്കൊരു പ്ലാനും പദ്ധതിയും വരുന്നു. എന്താണ് ഈ പറയുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായം ചെയ്യുക. അതൊരു നല്ല ഗുഡ് ഇൻറ്റൻഷനാണ്. ആ ഗുഡ് ഇൻറ്റൻഷനോട് കൂടി പ്രവർത്തിക്കുമ്പോഴും 88 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. 88 ലക്ഷം രൂപ പിരിക്കാനുള്ള ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ ഇവർ പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷം രൂപയ്ക്കൊക്കെ വരുന്നുള്ളന്നേ. അത്രയും പിരിക്കാനുള്ള ശക്തിയെ യൂത്ത് കോൺഗ്രസിനുള്ളൂ. അങ്ങനെ അടുത്ത ചോദ്യമുണ്ട്, ഈ പറയുന്ന പൈസ പിരിച്ച് ഇത് പോക്കറ്റ് വെച്ചിട്ട് നാളുകൾ എത്രയായി? ഇപ്പം ഈ പറയുന്ന ദുരന്തം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് ഈ പണം വന്നിരിക്കുന്നത്? ഈ 11 കമ്മിറ്റികൾക്കെതിരെ, ഇവർ പറയുന്ന മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയുള്ള ആക്ഷൻ വരുന്നത് ഇപ്പോഴല്ലേ? ഇത്രയും നാൾ ഇവർക്ക് അറിയത്തില്ലായിരുന്നോ യഥാർത്ഥത്തിൽ ഇത് പണം കുറവാണ് വന്നതെന്ന്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് കേരളത്തിലൊരു ചർച്ചാ വിഷയമായി എന്നും, ആ ചർച്ചാ വിഷയമായി ചോദ്യങ്ങളായി പ്രശ്നങ്ങളായി. അപ്പം ഇതിനകത്ത് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പം പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ച പോലെ കാട്ടാക്കട മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ കാട്ടാക്കടയിൽ നിന്ന് വരുന്ന ചോദ്യത്തിന് പിരിച്ചത് കുറവാണ് എന്ന് പറഞ്ഞ് അങ്ങൊരു ബോംബിങ് നടത്തിയാൽ മതി. അപ്പം തന്നെ ആ നടപടി എടുക്കപ്പെട്ട ആൾക്കാരായി മാറും. കാര്യം അവിടെ തന്നെ പരാതിയുണ്ട്. എന്ത്? പണം പിരിച്ച് പുട്ടടിച്ചിട്ടുണ്ടോ? ബിരിയാണി നിങ്ങൾ തന്നെയാണോ തിന്നത്? പിന്നെ അടുത്തൊരു വിഷയം നോക്കൂ, ഇവിടെ ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ ചർച്ചകളിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്, പണം കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് മാത്രമൊന്നുമല്ല. നോക്കൂ, ഏത് പ്രശ്നം ഉണ്ടായാലും, നമ്മുടെ അപ്പുറത്ത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായി, രാഷ്ട്രീയമൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരും CPM-കാരും എതിർക്കുന്നത് ആരെയാണ്? വേണമെങ്കിൽ RSS എന്ന് വേണമെങ്കിൽ പറയാം. ഒരു RSS-കാരന് ഒരു ആവശ്യം വന്നാൽ ഈ സംസ്ഥാനം ഒരുമിച്ച് നിൽക്കത്തില്ലേ? ഞാൻ ഉറപ്പിച്ചു പറയുന്ന, അപ്പം നമ്മൾ ആ രാഷ്ട്രീയം മാറ്റിവെച്ച് അയാളെ സഹായിക്കാൻ നോക്കും. അവിടെ രാഷ്ട്രീയം ഒരല്പം മാറ്റിവെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരാൾ പിരിവിന് വന്നാൽ ഉറപ്പായിട്ടും കൊടുക്കും. അതങ്ങനെ നമ്മുടെ രീതി അതാണ്. അതൊക്കെ പാർട്ടി മാറ്റി വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനും ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു പോയിന്റിൽ നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, ആ പ്രശ്നം വലിയ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതിന് പ്രോപ്പറായി ആൻസർ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആദ്യത്തെ സ്ട്രെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞൊരു വിഷയം, അദ്ദേഹം പറഞ്ഞെന്താ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യലിനെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നതെന്നാണ് പറയുന്നത്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവും ഇവിടില്ല. വ്യക്തിപരമായിട്ട് അദ്ദേഹം സുഹൃത്താണ്. അതല്ല പ്രശ്നം. രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരൻ പറയുന്നതാണ് പ്രശ്നം. അതിന് ഒരു സംശയവുമില്ല, അതിനകത്തൊരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം ശരിയല്ലാതായി വരുന്നു എന്നുള്ളത് ശരിയല്ലാതായി തന്നെയാണ് വരുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊട്ടൻഷ്യൽ വളരെ ഹൈ ആണ്. എന്താണ് പൊളിറ്റിക്കൽ പൊട്ടൻഷ്യൽ ഒരാളുടെ? നോക്കൂ, കേരളത്തിൽ ഒരു സംഘടനയെ ചലിപ്പിച്ച് ആ സംഘടനയെ ഒരു സ്ട്രൈക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ കാര്യത്തിനും പിരിക്കാനുള്ള പൊട്ടൻഷ്യലുണ്ടോ, ഈ പറയുന്ന കാര്യത്തിന് ഇടപെടാനുള്ള പൊട്ടൻഷ്യലുണ്ടോ, സാധാരണ ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള പൊട്ടൻഷ്യലുണ്ടോ എന്നൊക്കെയാണ് ഒരു യുവജന സംഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുക. സംസ്ഥാനം ഇവരുടെ കണക്ക് പ്രകാരമാണെങ്കിൽ സംസ്ഥാനത്ത് മൊത്തം ഇറങ്ങി ഇവർ ഓടി നടന്ന് പിരിച്ചിട്ട് 88 ലക്ഷം രൂപ ഇവർക്ക് കിട്ടിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒരു കാര്യം നടത്തിയെടുക്കാൻ ഇവർക്ക് എന്താ പൊട്ടൻഷ്യൽ? ഒരു സമരം നടത്താൻ ഇവർക്ക് എന്താ പൊട്ടൻഷ്യൽ? സൈബർ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയുന്നത് നമ്മളല്ല, PJ കുര്യനാണ്. PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ കുറിച്ചും KSUവിനെ കുറിച്ചും അവർക്ക് രാഷ്ട്രീയമായി പ്രശ്നങ്ങളുണ്ട്, ഇവർക്ക് ശക്തിയില്ല എന്ന് പറയുന്നിടത്ത് ആ വാദത്തിന് പ്രശ്നം, നമ്മുടെ വാദത്തിന് പ്രസക്തി വന്നില്ലേ? പിന്നെ ഇവർക്ക് എന്താ ഇദ്ദേഹത്തിനെ? അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് തരത്തിലാണ് പേടിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിനെ PJ കുര്യൻ പേടിക്കുന്നില്ല, അല്ലെങ്കിൽ PJ കുര്യന് പോലും റെസ്പെക്ട് ഇല്ലാത്തൊരു പൊസിഷനിലാണ് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പം PJ കുര്യൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായിരിക്കുന്ന സംഘടനയ്ക്ക് ശക്തിയില്ലെന്നാ. ആ ശക്തിയില്ലാത്ത സംഘടന ഇപ്പുറത്തിരിക്കുന്നവരെന്തിനാ പേടിക്കുന്നത്? അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. എന്നെ കേൾക്കുന്നവരത് വീണ്ടും ആലോചിക്കേണ്ട വിഷയമാണ്. ഇത് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ അവസരത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹ്യമായി നടന്ന അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ നടന്നതിനെ ഒരു രാഷ്ട്രീയ അവസരമാക്കി മാറ്റി പണം തട്ടിയെടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ആ സംഘടനയ്ക്കകത്ത് നടപടിയെടുക്കേണ്ട ആൾ രാഹുൽ മാങ്കൂട്ടമാണ്. അതിലെന്തുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു? എന്തുകൊണ്ട് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നില്ല? 88 ലക്ഷം മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഒരു കാര്യം കൂടെ ഉണ്ട്, പ്രസക്തമായ ഒരു കാര്യം കൂടെ നോക്കൂ. ഏതേലും വശാൽ നമുക്ക് പൈസയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിരിക്കാം. അസിത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുകൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കത്തുള്ളൂ. ഒരു ദുരന്തം ഉണ്ടായി. നോക്കൂ, അന്ന് നിങ്ങൾ കൊടുക്കാൻ
ഉന്നി വെച്ചിരിക്കുന്ന പൈസ എത്രയാണ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന പൈസ അത് ഇന്ന് വന്നാൽ കിട്ടുമോ? സാധാരണക്കാരൻ്റെ അടുക്കൽ യൂത്ത് കോൺഗ്രസ് പിന്നെ പിരിക്കാമെന്ന് പറഞ്ഞ് ഇന്ന് പിരിക്കാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പൈസ കൊടുക്കുമോ? ഈ പറയുന്ന രീതി കൊടുക്കത്തില്ല. അപ്പോൾ സാധാരണ സംഘടനകൾ ചെയ്യുന്ന എന്താണ്? സാധാരണ സംഘടനകൾ ചെയ്യുന്നത് ആദ്യം തന്നെ പിരിക്കാമെന്നതിൻ്റെ പരമാവധി പിരിക്കും. അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ പണം വരികയും അവരുടെ പേർപ്പസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ പിരിച്ചാലേ പറ്റത്തുള്ളൂ. അത് ഓരോ സ്റ്റേജ് അനുസരിച്ച് ഇവർ ഉദ്ദേശിക്കുന്ന കിട്ടിയില്ല, അതിനനുസരിച്ച് ബക്കറ്റും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചാണ്. അതിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പോകാൻ പോകുന്നത്. അതിനകത്തും അപകടമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.